ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 225. നമ്മൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിലെ 48-ാമത്തെ ക്ലാസ്സാണ്. അതിൽ 2-ൽ 14 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതും പരബ്രഹ്മത്തെ പറ്റിയുള്ള പരാമർശം തന്നെയാണ്. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തി വിശേഷം, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ സംഗതിക്കാണ്, അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് പരമാത്മാവ്. ഇനി അതിനെ തന്നെ പരമാത്മാവ് പ്രധാനമായിട്ട് ബ്രഹ്മം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 14 എന്താണ് പറയുന്നതെന്ന് ആദ്യം നോക്കാം. മഴവെള്ളം എല്ലാം ഒന്ന് തന്നെയാണ്. മഴവെള്ളം എവിടെയായാലും അതൊന്നാണ്. അതിനെ പലതാണെന്നൊന്നും പറയാൻ പറ്റില്ല. മഴവെള്ളം അത്രയേ ഉള്ളൂ. എന്നാൽ അത് പർവ്വതങ്ങളിലോ കൊടുമുടികളിലൂടെ മേലെയോ പതിക്കുമ്പോൾ എന്താ പറ്റുക? താഴെ കൊഴുകിയിട്ട് അവിടെ ഇവിടെയെല്ലാം തട്ടിയിട്ട് ചിന്നി ചിതറിപ്പോകും. അപ്പോൾ പല വർണ്ണത്തിൽ കാണാം, പല രൂപത്തിൽ കാണാം. മലയുടെ മുകളിൽ ആ വെള്ളം വീണിട്ട് ചിന്നി ചിതറിയിട്ട് പല രൂപത്തിൽ പല സ്ഥലത്ത് കാണാം. അതുപോലെ തന്നെയാണ് ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ച ആൾക്കാർ, ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ച സാധനങ്ങളെല്ലാം പലതായിട്ട് വിഘടിച്ചിട്ട് പല ഗുണങ്ങളോട് കൂടിയായി തീർന്നിട്ട് എന്തെല്ലാം രൂപത്തിൽ വന്നിട്ടുണ്ട്? വിഭിന്ന സ്വഭാവക്കാരായ ദേവന്മാർ, മനുഷ്യർ, ഇങ്ങനെ പല തരത്തിൽ ആ ഉണ്ടായതിനെല്ലാം നമ്മൾ വിഭാവനം ചെയ്തിട്ടാണ് ഉപാസിക്കുന്നത്. അപ്പം നമ്മൾ ആ പരമാത്മാവ് ഏകമായ പരമാത്മാവാണ്. അത് സൃഷ്ടിയായപ്പോൾ മലയുടെ മുകളിൽ വീണ വെള്ളം പോലെ പല രൂപത്തിൽ വിഘടിച്ച് പല നിറങ്ങളിലെല്ലാം സ്വഭാവത്തോടു കൂടിയായിട്ട് മാറുന്നത് പോലെ ഈ നിർഗുണമായ ബ്രഹ്മവും ആ സൃഷ്ടിയിലൂടെ പലതായി തിരിഞ്ഞിട്ട് ദേവന്മാർ, അസുരന്മാർ, ഇങ്ങനെയുള്ള പല സംഗതികളായിട്ട് മാറി. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാം ഒന്ന് തന്നെ. വെള്ളം എന്താണ്? ഒന്ന് തന്നെയാണ്. അത് ഏത് രൂപത്തിൽ നിന്നാലും കൊടുമുടിയിൽ വീണ്, ചിലയിടത്ത് നമ്മൾ പറയും വാട്ടർഫോൾ എന്ന് പറയും, ചിലയിടത്ത് പറയും തടാകം എന്ന് പറയും, ചിലത് പറയും നദി വാരി കൊടുക്കുന്നതെന്ന്. എല്ലാം വെള്ളം തന്നെ. പക്ഷെ അത് പല രൂപത്തിലായിട്ട് മാറിയിരിക്കണം. ബ്രഹ്മം തന്നെയാണ് പല രൂപത്തിൽ മനുഷ്യരായിട്ടും ദേവന്മാരായിട്ടും എല്ലാം വിഘടിച്ച് പലതായി മാറിയിരിക്കുന്നത്. അപ്പം ജനങ്ങൾ, ആ സത്യം മനസ്സിലാക്കാത്ത ജനങ്ങൾ ഇതിനെ പലതായിട്ട് കാണുകയാണ്. എന്നിട്ട് പലതരത്തിൽ ഉപാസിക്കുകയാണ്. ഓരോ നാട്ടിലുള്ള, ഏത് നാട്ടിൽ, ഇപ്പം ചിലവർ അമേരിക്കക്കാരെന്ന് നമ്മൾ പറയും, ചിലവർ ചൈനക്കാരെന്ന് പറയും, ചിലവർ ഇന്ത്യക്കാരെന്ന് പറയും. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാം വന്നിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ്. അത് ചിതറിപ്പോയി പലതായിട്ട്, ചിതറി മാറി പലതായിട്ട്, പല ഗുണങ്ങളോടുകൂടി. പക്ഷെ എല്ലാം എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. മറ്റേടത്താണെങ്കിൽ എല്ലാം ജലമാണ്. നദിയിലായാലും വെള്ളച്ചാട്ടത്തിലായാലും, ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെള്ളം ചെതറി നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് റെയിൻബോ മാരിയെല്ലാം കാണാം. അങ്ങനെ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അവർ പലതായിട്ട്, ഓരോ ആൾക്കാരും അങ്ങനെയാകുമ്പോൾ അതിനെ പലതായിട്ടാണ്. നമ്മൾ വെള്ളത്തെ തന്നെ ഇത് നദിയാണെന്ന് പറയും, മറ്റേത് വെള്ളച്ചാട്ടമാണെന്ന് പറയും, ഇത് ചെറിയ ഉറവയാണെന്ന് പറയും. ഇങ്ങനെ നമ്മൾ പലതരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാം തന്നെയാണ്, വെള്ളം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മനുഷ്യർ, പട്ടികൾ, പൂച്ച, മറ്റേ അത് ഇത് എന്നെല്ലാം പറയുമെങ്കിലും എല്ലാം ബ്രഹ്മം തന്നെയാണ്. എന്നിട്ടോ അങ്ങനെ അത് ചിതറിപ്പോയ ജലം കണക്കെ
ഇങ്ങനെ ചിതറിപ്പോയ ജലം കണക്കെ നാനാപ്രകാരത്തിൽ എന്താ സംഭവിക്കുന്നത്? പല ലോകങ്ങളിലായിട്ട് അപ്പം ജലം ചിന്നിച്ചിതറിയിട്ട് പലയിടത്ത് എത്തുന്നത് പോലെ ഈ ബ്രഹ്മം പല മനുഷ്യരുടെ ജീവജാലങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എവിടെയെല്ലാം എത്തുന്നത്? 14 ലോകങ്ങളിൽ പല ലോകങ്ങളിലായിട്ടാണ് മനുഷ്യരെല്ലാം ജനിച്ചിരിക്കുന്നത്. ഇപ്പം ഈ ലോകത്തിൽ മാത്രമല്ല ജീവജാലങ്ങളുള്ളത്, പല ലോകത്തിലും ഉണ്ട്. കാരണം 7 ലോകങ്ങളുണ്ടല്ലോ, അതിൽ എത്രയോ സൂര്യന്മാരുണ്ട്, അതിൻ്റെ ചുറ്റും ഭൂമികളുമുണ്ട്. അവിടെയെല്ലാം ആയിട്ട് അങ്ങനെ ചിതറിപ്പോയിരിക്കുകയാണ്. ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം പലതായി വിഘടിച്ച് പല രൂപത്തിൽ പല ലോകത്ത് പല തരത്തിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇപ്പം മനുഷ്യൻ്റെ ജീവജാലങ്ങൾ എന്താണ് ചെയ്യുന്നത്? നാനാപ്രകാരത്തിലുള്ള യോനികളിൽ അലഞ്ഞു തിരിയുകയാണ്. അങ്ങനെ വന്ന ബ്രഹ്മം പല രൂപത്തിൽ പല മനുഷ്യര്, പട്ടികൾ, പൂച്ചകളെല്ലാമായിട്ട് വന്നിട്ട് അവർ മരിക്കുകയും പിന്നെയും ജനിക്കുകയും ചെയ്യുന്നു. പല യോനികളിൽ മനുഷ്യൻ്റെ യോനിയിൽ ജനിക്കാം, പട്ടിയുടെ യോനിയിൽ ജനിക്കാം, വിത്തിൻ്റെ അകത്ത് ജനിക്കാം. അങ്ങനെ പല യോനികളിലായിട്ട് അലഞ്ഞു തിരിയുകയാണ് എന്ന് പറയുന്നത്. ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് അങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. അവർക്കൊന്നും തന്നെ ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കില്ല. അതായത് അതിലെല്ലാം വിരക്തി വന്ന് വിട്ടു പോകാത്തിടത്തോളം കാലം ഭൂരിപക്ഷം ആൾക്കാർക്കും അലഞ്ഞു തിരിയുകയാണ്. പുനർജന്മത്തിൽ ജനിച്ചും മരിച്ചും അങ്ങനെ കളയുകയാണ്. അവർക്കൊന്നും എന്ത് കിട്ടില്ല? ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കാൻ പോകുന്നേയില്ല. ഒരിക്കലും അവർക്ക് ഇങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ ജനിച്ചു മരിച്ച് ഭൗതിക ലോകത്തിൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, ഭൗതിക ലോകത്തിൽ താല്പര്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക്, സുഖത്തിന് വേണ്ടി സുഖിക്കാൻ വേണ്ടി നടക്കുന്നവർക്ക് അവർക്കൊന്നും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. ഇനി 15 ഈ മഴ വേറൊരു തരത്തിലാണ് ഒഴുകിയിരുന്നെങ്കിൽ, അതായത് എന്നാൽ ഈ മഴ നിർമ്മലമായിട്ട് ഒരുത്തിയിട്ടും ഇങ്ങനെ വല്ല കുന്നിൻ്റെ മേലെയും പർവ്വതത്തിൻ്റെ മേലെയും കൊടുമുടിയിലൊന്നും വീഴാതെ നേരിട്ടിങ്ങ് പെയ്ത് വരികയായിരുന്നുവെങ്കിൽ, തട്ടി പലതായിട്ട് ചിന്ന ഭിന്നമാകാതെ മഴയായിട്ട് ഇങ്ങനെ പെയ്യായിരുന്നെങ്കിൽ അത് ഒരേ രൂപത്തിൽ തന്നെ പതിക്കും, അതിൽ നിർമ്മലമായിരിക്കും. മറ്റേ മലേൻ്റെ മേലെല്ലാം വരുമ്പോൾ അവിടുത്തെ മണ്ണും അതും ഇതും എല്ലാം കലർന്ന് പല നിറത്തിലെല്ലാമായിട്ട് മാറും. ആ മണ്ണിൻ്റെ നിറവും എല്ലാം കൂടിയിട്ട് പല നിറത്തിലായിട്ടാണ് ഓരോ സ്ഥലത്തും ഒഴുകുക. നേരെ മറിച്ച് നേരിട്ട് വന്നിരുന്നെങ്കിൽ നിർമ്മലമായ ജലം വരുമായിരുന്നു. അതാണ് ജലത്തിൻ്റെ യഥാർത്ഥ രൂപം. നിർമ്മലമാണ്, ശുദ്ധമായിരിക്കും. അങ്ങനെ വർഷിക്കുകയാണെങ്കിൽ, അതായത് ചിന്നിച്ചിതറാതെ, എവിടെയെങ്കിലും വീണ് ചിന്നിച്ചിതറാതെ അവിടെ മണ്ണ് എല്ലാം കൂടി ചേർന്ന് കുത്തൊഴുകി വരാതെ നേരെ മഴയായിട്ട് വന്നിരുന്നുവെങ്കിൽ അത് പവിത്രമായി തീരും, ശുദ്ധമായ വെള്ളമായിരിക്കും. അങ്ങനത്തെ മഴവെള്ളം നമുക്ക് സംഭരിച്ചിട്ട് കുടിക്കുകയും ചെയ്യാം. ശുദ്ധമായ അന്തരീക്ഷത്തിലൂടെ നേരെ വരികയാണ്. മറ്റേതെല്ലാമാണെങ്കിൽ വീഴുന്ന അടിസ്ഥാനത്തിൽ മണ്ണിലെല്ലാം കയറിയിട്ട് ചിലപ്പോൾ ചളിയെല്ലാം ആയിട്ടാണ് ഒലിച്ച് വരിക, പല രൂപത്തിൽ മാറുകയാണ്. അപ്പോൾ അതാണ് യഥാർത്ഥ ജലം. യഥാർത്ഥ മഴവെള്ളം ഏതാണ്? ആ ശുദ്ധമായിട്ട് നേരിട്ട് പതിക്കുന്നതാണ്. അല്ലാതെ മലമ്പല വീണിട്ട് വരുന്ന ജലം ശുദ്ധമായിരിക്കണമെന്നില്ല. അത് ചിന്നച്ചേറി പലതായിട്ട് നമുക്ക് തോന്നുകയാണ്. ഇതേപോലെ വേണം നദീകേതസ്സോട് പറയുകയാണ്, ആ ബ്രഹ്മത്തെ ആ രൂപത്തിൽ ദർശിക്കുക. പലതായി വിഘടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പലതായിട്ട് തോന്നുന്നത്. നേരിട്ട് പെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ പലതായിട്ട് തോന്നില്ലായിരുന്നു, മഴവെള്ളമായിട്ട് തന്നെ കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ ബ്രഹ്മത്തെ അതിങ്ങനെ പലതായിട്ട് വിഭജിച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അങ്ങനെ വിഭജിച്ച് കാണുന്ന തരത്തിൽ കാണാൻ ശ്രമിക്കാതെ എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മമാണ്, എല്ലാം ജലമാണ്. പാറപ്പുറത്ത് വീണുകൊണ്ട് ഒരു ചളിയിലൊട്ടി ഒഴുകുമ്പോൾ കറുത്ത നിറത്തിൽ ഒഴുകും, വേറത്തിലാണെങ്കിൽ ബ്രൗൺ നിറത്തിൽ ഒഴുകും, പാറപ്പുറത്താണെങ്കിൽ ചിലപ്പോൾ നല്ല വെള്ള നിറത്തിൽ ഒഴുകും. അങ്ങനെ വരാതെ ശരിക്കും വന്നിരുന്നെങ്കിൽ നിർമ്മലമായ ജലം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പട്ടിയും പൂച്ചിയും പലതരത്തിലുള്ള പ്രത്യേകതകളെല്ലായിട്ട് വന്നിരിക്കുന്നത് എന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ കഴിയും. അപ്പം ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം ബ്രഹ്മമാണ്, ഒറ്റ ഒന്നാണ്, നിർമ്മലമായ പരിശുദ്ധമായ ബ്രഹ്മമാണ് എന്ന് നമുക്ക് ആർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ അവന് എന്ത് തിരിച്ചറിയണം? നമ്മൾ ഈ കാണുന്നതെല്ലാം പട്ടിയായാലും പൂച്ചയായാലും മരമായാലും പർവ്വതങ്ങളായാലും ഈ കാണുന്നതെല്ലാം ഒരൊറ്റ ബ്രഹ്മം തന്നെയാണ്. എന്തോ പ്രത്യേകത കൊണ്ട് ഇങ്ങനെ പലതായിട്ട് നമുക്ക് കാണപ്പെടുന്നത് എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, അതിലെല്ലാം ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റുമെങ്കിൽ, ഭേദഭാവമില്ലാതെ എല്ലാറ്റിലും ഒന്നിനെ ദർശിക്കാൻ പറ്റുമെങ്കിൽ, ആ ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റുമെങ്കിൽ, കാണുന്നത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആർത്തവമുള്ള സ്ത്രീയോ ആർത്തവമില്ലാത്ത സ്ത്രീയോ എന്തോ ആകട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ എന്തോ ആയിക്കോട്ടെ, പട്ടിയോ പൂച്ചയോ എന്തോ ആയിക്കോട്ടെ, എല്ലാം ബ്രഹ്മമായിട്ട് ആർക്ക് കാണാൻ പറ്റുന്നുവോ അവന്, ആ പരിശുദ്ധമായ ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നവന് അവൻ്റെ മനസ്സും ക്രമത്തിൽ ബ്രഹ്മത്തിൽ ലയിക്കും. അവൻ ബ്രഹ്മമായി മാറും, സംശയമൊന്നുമില്ല. അവൻ ഈ വിഘടിച്ച് നിൽക്കുന്നതിൽ ഏകമായ ഈശ്വരന് മാത്രം ദർശിക്കും. ഏകമായ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിൽ പല രൂപത്തിൽ എന്തോ പ്രക്രിയ കൊണ്ട്, ഒരു മായ കൊണ്ട് പലതായിട്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ മഴവെള്ളം പർവ്വതത്തിൽ വീണെല്ലാം വരുമ്പോൾ പലതരത്തിൽ നമുക്ക് പല നിറത്തിലും എല്ലാം കാണുകയാണ്. നേരിട്ട് വന്നിരുന്നെങ്കിൽ ശുദ്ധമായ മഴ നമുക്ക്, അതാണ് ശരിയായ മഴ. യഥാർത്ഥത്തിൽ അതാണ്, ആ ജലം മാത്രമാണ് സംഗതി. അതുപോലെ ബ്രഹ്മവും ഈ പലതായി കാണാൻ ശ്രമിക്കാതെ എല്ലാം ഒറ്റയൊരു ബ്രഹ്മം തന്നെയാണ് എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഈ മായാലോകത്തു നിന്ന് വിട്ടിട്ട് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുവാൻ ശ്രമിക്കുക. അതാണ് സനാതനധർമ്മം. വേദം നിർദ്ദേശിക്കുന്ന, ഉപനിഷത്ത് നിർദ്ദേശിക്കുന്ന സനാതന ധർമ്മതത്വം. സനാതനം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലക്കുന്ന സത്യം. അതെന്താണ്? ബ്രഹ്മമാണ്. ഈ പ്രപഞ്ചം എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മം ഒരു മായയാൽ പല രൂപത്തിൽ നമുക്ക് തോന്നുന്നു എന്നതിൽ കവിഞ്ഞ് എല്ലാം ഒന്നു തന്നെയാണെന്ന് കാണാൻ ശ്രമിക്കുന്നതാണ് സനാതന ധർമ്മം. സനാതനം എന്നെന്നും നിലനിൽക്കുന്നത് അതെന്താണ്? ഏകമായ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം ഒരു കാലത്ത് ഒരു പ്രപഞ്ചത്തിൽ ഇങ്ങനെ പല രൂപത്തിലെല്ലാം പ്രകടമായിട്ട് ഒരു കാലം പിന്നെ തിരിച്ച് പ്രളയത്തിലൂടെ അതിൽ തന്നെ ലയിക്കും. പിന്നെ ആദ്യം വരും, പിന്നെ തിരിഞ്ഞോട്ട് ലയിക്കും. അപ്പോൾ സത്യം എന്താണ്? ആ നിർഗുണമായ ബ്രഹ്മം. അതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴിയെന്ന് നചികേതസോട് പറയുകയാണ്.